ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് മലയാളം മീഡിയം, അതായത് അടിസ്ഥാന ശാസ്ത്രം വിഷയത്തിലെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ഈ ചോദ്യ പേപ്പർ നോക്കാം. 2 മണിക്കൂർ സമയത്തെ എക്സാമാണ്. 25 മാർക്കിൻ്റെ ചോദ്യ പേപ്പറാണിത്. ആകെ 7 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അതിൽ 5 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സസ്യങ്ങളുടെ ഇലകൾ വിവിധ തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചെമ്പരത്തി, തുളസി, ഏയിലം പാല എന്നിവയുടെ ഇലകളുടെ ക്രമീകരണമാണ് തന്നിരിക്കുന്നത്. താഴെ നിങ്ങൾക്ക് 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ചെമ്പരത്തി, തുളസി, ഏയിലം പാല എന്നീ ചെടികളുടെ സസ്യങ്ങളുടെ ഈ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ ഈ ചിത്രങ്ങളുടെ ഇലകൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇലകളുടെ ക്രമീകരണം 3 വ്യത്യസ്ത രീതിയിലാണുള്ളത്. ഒന്നാമത്തതാണ് ഏകാന്തന്യാസം എന്ന് പറയും. അതായത് ഓരോ മുട്ടിലും ഓരോ ഇല വീതം മാറി മാറി വരുന്നു. അതായത് നിങ്ങൾ ചിത്രത്തിൽ ചെമ്പരത്തിയുടേത് കണ്ടില്ലേ, അതേപോലെയാണ് ഉള്ളത്. അതിൽ വരുന്നതാണ് സൂര്യകാന്തി, മാവ് ഒക്കെ. മറ്റൊരു ടൈപ്പാണ് അഭിമുഖന്യാസം എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മുട്ടിൽ 2 ഇലകൾ അഭിമുഖമായിട്ട് നേർക്കുനേർ വരുന്നു. അതിനാണ് അഭിമുഖന്യാസം എന്ന് പറയുന്നത്. പേരയ്ക്കയും എരുക്കൊക്കെ ഇതിന് ഉദാഹരണമാണ്. അടുത്തത് മൂന്നാമത്തതാണ് ചുരുൾന്യാസം എന്ന് പറയുന്നത്. അതായത് ഒരു മുട്ടിൽ 3ഓ അതിലധികമോ ഇലകൾ ഒരു ചുഴിയായി വരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഏയിലം പാല, അരളിയൊക്കെ. ചിത്രത്തിൽ ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ചെമ്പരത്തിയുടെ ഇല എങ്ങനെയാണ്? ഓരോരോ മുട്ടിലും ഓരോരോ ഇലകൾ മാറി മാറി വരുന്നു. ഇതേപോലെയുള്ള ഇലകളുടെ ക്രമീകരണത്തിന് പറയുന്നതാണ് ഏകാന്തന്യാസം എന്ന് പറയുന്നത്. തുളസിയുടെ നോക്കിക്കേ, ഒരു മുട്ടിൽ തന്നെ അഭിമുഖമായിട്ട് നേർക്ക് നേരെ ഓരോ ഇലകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിനാണ് അഭിമുഖന്യാസം എന്ന് പറയുന്നത്. അടുത്ത ഏയിലം പാല ഒരു മുട്ടിൽ തന്നെ 3ഓ 4ഓ ഇലകൾ ഇങ്ങനെ ചുറ്റും വട്ടത്തിൽ വരുന്നതിനാണ് നമ്മൾ ചുരുൾന്യാസം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. 18 ഒന്നാമത്തെ പാഠത്തിൽ 18ാമത്തെ പേജ് എടുത്ത് നോക്കിക്കേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ചെമ്പരത്തിയുടെയും തുളസിയുടെയും ഏയിലം പാലയുടെയും ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചു ചെമ്പരത്തി ഏകാന്തന്യാസമാണ്. ഇവിടെ പറയാണ് ചെമ്പരത്തിയും മാവും ഒരേപോലെയാണെന്ന്. സോ നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ വരികയാണ് മാവിൻ്റെ ഇലക്രമീകരണം ഏതാണെന്ന്. നമ്മൾ പഠിച്ച ഏതാണ്? ചെമ്പരത്തിയുടേത് തന്നെയാണ്. അതായത് ഏകാന്തന്യാസമാണ്. അടുത്തത് പറയാണ് തെച്ചിയുടേത് തുളസിയെ പോലെയാണ്. തുളസിയുടേത് ഏതാണ്? അഭിമുഖന്യാസമാണ്. തെച്ചിയുടേതും അതാണെന്ന് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അടുത്തത് ഏയിലം പാല ചുരുൾന്യാസമായിരുന്നു. അരളിയുടേതും ചുരുൾന്യാസം തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എല്ലാ സസ്യങ്ങളുടെയും നിങ്ങൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ ഇതൊക്കെ ചോദിച്ചേക്കാം. നമ്മുടെ ചോദ്യ പേപ്പറിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് തന്നിരിക്കുന്ന സസ്യങ്ങളെ ഇലകളുടെ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരം തിരിക്കുക, ഉചിതമായ തലക്കെട്ടും നൽകുക. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കോളാമ്പി, സൂര്യകാന്തി, പേര, അരളി, മാവ്, തുമ്പ എന്നിങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്? മാവ് ഏകാന്തന്യാസമാണെന്ന് തന്നിട്ടുണ്ട്. അരളി ചുരുൾന്യാസമാണെന്ന് തന്നിട്ടുണ്ട്. ഉത്തരം എഴുതാം. നിങ്ങൾ ആദ്യം ഏകാന്തന്യാസം എന്ന് തലക്കെട്ടായിട്ട് നൽകുക. അതിൽ സൂര്യകാന്തി, മാവാണ് വരുന്നത്. അടുത്ത രണ്ടാമതായിട്ട് അഭിമുഖന്യാസം എന്ന് തലക്കെട്ട് കൊടുക്കുക. അതിൽ വരുന്നത് പേരയും തുമ്പയുമാണ്. മൂന്നാമത്തതാണ് ചുരുൾന്യാസം. അതിൽ വരുന്നതാണ് അരളിയും കോളാമ്പിയും. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇത് പഠിച്ചു വെക്കണേ. അടുത്തത് ഇതിലെ ബി ചോദ്യമാണ്. സസ്യങ്ങളുടെ ഇലകൾ വ്യത്യസ്തമായ രീതിയിൽ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? ഉത്തരം ന്യായീകരിക്കുക. ആവശ്യകതയുണ്ടല്ലേ? സസ്യങ്ങളുടെ ഇലകൾ വ്യത്യസ്തമായ രീതിയിൽ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 18ാമത്തെ പേജിൽ തന്നിട്ടുണ്ട്.
അടുത്തത് സി ചോദ്യമാണ്. ഞാനാണ് സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. എനിക്ക് പച്ച നിറമാണ്. സസ്യങ്ങൾ പച്ച നിറം ഉണ്ടാകാൻ കാരണം എൻ്റെ സാന്നിധ്യമാണ്. എൻ്റെ പേര് പറയാമോ? നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് തന്നിട്ടുണ്ട്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്നുള്ളത്. സോ ഇവിടെ ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ഹരിതകം ആണ്. മറ്റുള്ളതൊക്കെ ഏതൊക്കെ നിറമാണ് നൽകുന്നത് എന്ന് കൂടി നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കണം. അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളമായിട്ട് നൽകിയിട്ടുണ്ട്. ആന്തോസയാനിൻ ഏത് നിറമാണ് സഹായിക്കുന്നത്? ചുവപ്പ് നിറമാണ്. കരോട്ടിൻ ഓറഞ്ച് നിറമാണ്. സാന്തോഫിൽ മഞ്ഞ നിറമാണ്. ഇത് 4 എണ്ണം നിങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. ഏതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ലല്ലോ. സോ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കണം. നമുക്കിനി പ്രവർത്തനം 2 നോക്കാം. പയർ, ചോളം എന്നിവയുടെ ബീജപത്രമാണ് തന്നിരിക്കുന്നത്. ഈ സസ്യങ്ങളുടെ സവിശേഷതകളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ, നിങ്ങൾക്ക് പയറും ചോളവുമാണ് നൽകിയിട്ടുള്ളത്. ഇതേ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട് അല്ലേ? ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഓപ്ഷൻ എ പട്ടിക പൂർത്തിയാക്കുക. സസ്യം, സിരാവിന്യാസം, വേരുപടലം. നിങ്ങൾ സസ്യത്തിൻ്റെ കോളത്തിൽ ഏത് പേര് എഴുതണം? ചോളം, പയർ എന്ന് എഴുതണം. എന്നിട്ട് അതിൻ്റെ സിരാവിന്യാസം എഴുതുക, വേരുപടലം എഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സിരാവിന്യാസം 2 തരത്തിലാണുള്ളത്. ഏതൊക്കെയായിരുന്നു? ടെക്സ്റ്റ് ബുക്കിൽ 68-ാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ജാലിക സിരാവിന്യാസവുമുണ്ട്, സമാന്തര സിരാവിന്യാസമുണ്ട്. നിങ്ങൾ ചിത്രത്തിൽ ആദ്യത്തിൽ കാണുന്നതാണ് ജാലിക സിരാവിന്യാസം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ഇലയുടെ മധ്യഭാഗത്ത് ഇലനെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിര നോക്കൂ. അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നത് കണ്ടല്ലേ? ഇതാണ് ജാലിക സിരാവിന്യാസം എന്ന് പറയുന്നത്. ഇനി സമാന്തര സിരാവിന്യാസമോ? ഇത് പരസ്പരം തൊടില്ല. അതായത് ഇലയുടെ നെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തെത്തി യോജിക്കുന്നതാണ്. ഇവിടെ പേരിൽ തന്നെ ഉണ്ടല്ലേ, സമാന്തരകളായിട്ടാണ് പോവുക, സമാന്തര വിന്യാസത്തിൽ. അത് ഓർത്ത് വെച്ചാൽ മതി. ചിത്രം നോക്കി വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം തന്നിട്ടുണ്ട്, ജാലിക സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു വേരുപടലം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖവേരുകളും ചേർന്ന് കാണപ്പെടുന്നതാണ് വേരുപടലമാണ് തായ്വേരുപടലം എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ നാരുവേരുപടലം എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ്. ഇതും ചിത്രം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. പ്ലാവിന്റെ ഇലകൾ നോക്കിക്കേ, അതേതാണ്? ജാലിക സിരാവിന്യാസമാണ്. അതിൻ്റെ വേരോ തായ്വേര് പടലമാണ്. അടുത്തത് പുൽച്ചെടിയുടേത് ഇല ഏതാണ്? സമാന്തര സിരാവിന്യാസമാണ്. വേര് നാരുവേര് പടലമാണ്. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതല്ല. നമ്മുടെ ചോദ്യം പയറിൻ്റെ സിരാവിന്യാസവും വേരുപടലവും ചോളത്തിൻ്റെതും എഴുതാനാണല്ലോ. ഇതാണ് നമ്മുടെ ഉത്തരം. സസ്യം, അതിൻ്റെ താഴെ പയർ എന്ന് എഴുതാം. ജാലിക സിരാവിന്യാസമാണ്. വേരുപടലം തായ്വേരുപടലമാണ്. അടുത്തത് ചോളത്തിൻ്റെത് സമാന്തര സിരാവിന്യാസമാണ്. വേരുപടലം നാരുവേരുപടലമാണ്. ഓക്കെ, അടുത്തത് ഇതിലെ ബി ചോദ്യമാണ്. ചോളത്തിൽ കാണപ്പെടുന്ന ബീജാന്നത്തിൻ്റെ ധർമ്മം എന്ത്? നമുക്കറിയാം ചോളത്തിൽ എന്തുണ്ട്? ബീജാന്നമുണ്ട് അല്ലേ? അതിൻ്റെ ധർമ്മം എന്താണ്? ഫങ്ഷൻ എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ 62-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. ഓക്കെ, സോ ചെടിക്കുള്ള അന്നം, ആഹാരം കൊടുക്കുന്ന ധർമ്മമാണ് ആർക്കുള്ളത്? ബീജാന്നത്തിനുള്ളത്. പേരിൽ തന്നെയുണ്ട് ബീജാന്നം, അന്നം കൊടുക്കുക, ആഹാരം കൊടുക്കുക എന്ന് ഓർത്ത് വെച്ചാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്തത്
സി ചോദ്യമാണ് പയറുവിത്തിലെ ബീജപത്രത്തിൻ്റെ എണ്ണത്തിന് സമാനമായ എണ്ണം ബീജപത്രമുള്ള ഒരു സസ്യത്തിൻ്റെ പേരെഴുതുക. അതായത് പയറ് വിത്തിൽ എത്ര ബീജപത്രമുണ്ട്? 2 ബീജപത്രമാണുള്ളത്. 2 ബീജപത്രമുള്ള വേറെ സസ്യങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മാവ്, പ്ലാവ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അടുത്തത് ഡി, ചോളം ഇലയിൽ കാണപ്പെടുന്നത് സമാന്തര ശിരാവിന്യാസമാണ്. കൂട്ടത്തിൽ നിന്ന് സമാന്തര ശിരാവിന്യാസം ഇല്ലാത്ത സസ്യത്തെ കണ്ടെത്തുക. സമാന്തര ശിരാവിന്യാസം അല്ലാത്തതാണ് ചോദിച്ചത്, അതായത് ജാലിക ശിരാവിന്യാസമുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി, കടലയാണ്. അടുത്തത് പ്രവർത്തനം 3 നോക്കാം. വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യ നിരവധി കൃത്രിമോപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻസാറ്റ്, എജ്യൂസാറ്റ് എന്നിവ അവയിൽ ചിലതാണ്. നിങ്ങളുടെ ചോദ്യം ഇതാണ്: ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹങ്ങളുടെ പ്രധാന ഉപയോഗങ്ങൾ കണ്ടെത്തി ആശയഭൂപടം തയ്യാറാക്കുക. നിങ്ങൾക്ക് പേജ് നമ്പർ 99 ഓരോ കൃത്രിമോപഗ്രഹങ്ങളും അവരുടെ പേരും അതിൻ്റെ ഉപയോഗവും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രധാന ഉപയോഗങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? വാർത്താവിനിമയം, വിദ്യാഭ്യാസം, ഗതി നിർണയം, അങ്ങനെയൊക്കെ എഴുതാവുന്നതാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇൻസാറ്റിൻ്റെ പ്രധാന ഉപയോഗം ഏത്? വാർത്താവിനിമയം. എജ്യൂസാറ്റിൻ്റെത് ഏതാണ്? വിദ്യാഭ്യാസം. ഇങ്ങനെ ചോദിച്ചാൽ എഴുതാനും നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ഇവിടെ പ്രധാന ഉപയോഗം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ നിങ്ങൾ ഉപയോഗങ്ങൾ പോയിന്റ്സ് ആക്കിയിട്ട് എഴുതിയാൽ മതി. അടുത്തത് ബി ചോദ്യമാണ്. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പേര് എഴുതുക. ഉത്തരം IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 100ാമത്തെ പേജിൽ തന്നിട്ടുണ്ട്. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത്. അടുത്തത് സി ചോദ്യമാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യൻ. സൂര്യനെ വലയം വയ്ക്കുന്ന ഭൂമി, ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ, സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൽഫ സെഞ്ചുറി എ എന്നിവ ആകാശഗോളങ്ങളാണല്ലോ. ഇവയുടെ വലുപ്പം കൂടി വരുന്ന ക്രമം താഴെ തന്നിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. ചന്ദ്രൻ, ഭൂമി, സൂര്യൻ, ആൽഫ സെഞ്ചുറി എ ഇവയൊക്കെ ആകാശഗോളങ്ങളാണല്ലോ. ഇവിടെ വലുപ്പം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന നിലയ്ക്ക് ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ 3 ചന്ദ്രൻ, ഭൂമി, സൂര്യൻ, ആൽഫ സെഞ്ചുറി എ. അടുത്തത് പ്രവർത്തനം 4. വീടുകളിൽ പാചകം ചെയ്യുന്നതിനായി വിവിധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. താഴെ നിങ്ങൾക്ക് ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ? 3 ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നതാണ് വിറകടുപ്പ്, രണ്ടാമത്തേത് കാണുന്നതാണ് ഒന്നാമത്തെ ചിത്രത്തിലുള്ളത് വിറകടുപ്പ്, രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് ഗ്യാസ് അടുപ്പ്, മൂന്നാമത്തെ ചിത്രത്തിലുള്ളത് മണ്ണെണ്ണയടുപ്പ്. ഇവിടെയുള്ള ചോദ്യം വായിക്കാം. ചോദ്യം എ, മുകളിൽ തന്നിട്ടുള്ളത് ഏത് തരം അടുപ്പുകൾ ആണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതേ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. വിറകടുപ്പ്, മണ്ണെണ്ണയടുപ്പ്, ഗ്യാസ് അടുപ്പ്. ചോദ്യം ബി, വിറകടുപ്പിൽ വിറക് നന്നായി കത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഉണങ്ങിയ വിറകുകൾ ഉപയോഗിക്കുക. അപ്പോൾ എന്താണ്? നന്നായിട്ട് കത്തുന്നതാണ്. പിന്നെ അടുത്തൊരു പോയിന്റ് നമുക്ക് എഴുതാം, വിറകുകൾ അകലം പാലിച്ച് വെക്കുക. അപ്പോൾ എന്താണ്? എയർ പാസ് ചെയ്യും, അങ്ങനെ നന്നായിട്ട് കത്താൻ കാരണമാകും. ഇനി ഓപ്ഷൻ സി, കത്തുന്നതിന് വായു ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടല്ലേ? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരീക്ഷണം, ഒരു മെഴുകുതിരിയുടെ പരീക്ഷണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ 110ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു പരീക്ഷണം പറയുന്നുണ്ട്. എന്താണ്? ഒരേ വലുപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിച്ച് വയ്ക്കുക, ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക, 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഗ്ലാസ് കൊണ്ട് അടിച്ചു വെച്ച മെഴുകുതിരി ഇവിടെ തീ അണഞ്ഞു പോകും അല്ലേ? കാരണം എന്താണ്? അവിടെ വായു ഉണ്ടാവില്ല, വായു പ്രവേശിക്കില്ല, അതുകൊണ്ട് അത് അണഞ്ഞു പോകും. സോ ഇവിടെ എന്താണ് നമ്മുടെ കണ്ടെത്തലുകൾ? കത്താൻ വേണ്ടിയിട്ട് വായു ആവശ്യമാണ്.
എങ്ങനെയാണ് നമ്മൾ ഒരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്? നിങ്ങൾക്കൊരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ ചോദിച്ചേക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ പറയുന്നുണ്ട് അല്ലേ? സസ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് സസ്യത്തിന് സൂര്യപ്രകാശം ആവശ്യമാണോ, മണ്ണ് ആവശ്യമാണോ, വെളിച്ചം ആവശ്യമാണോ എന്നിങ്ങനെയുള്ള ഒരുപാട് നമ്മൾ പരീക്ഷണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് എന്ന് കൂടി പറയാം. ആദ്യം നിങ്ങൾ ലക്ഷ്യം എഴുതണം. എന്തിനാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ പരീക്ഷണം ചെയ്യുന്നത് കത്താൻ വേണ്ടിയിട്ട് വായു ആവശ്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമുക്ക് ആദ്യം ലക്ഷ്യം എന്ന് എഴുതിയിട്ട് കത്താൻ വായു ആവശ്യമുണ്ടോ എന്ന് കണ്ടെത്തുക എന്ന് എഴുതാം. ഇനി രണ്ടാമത്തത് ഈ ഒരു പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എഴുതുക എന്നാണ്. അതായത് മെറ്റീരിയൽസ് എന്താണ്? ഒരേ വലുപ്പമുള്ള 2 മെഴുകുതിരികൾ ആവശ്യമാണ്, ഒരു ഗ്ലാസ്, ഒരു മാച്ച് സ്റ്റിക്കും ആവശ്യമാണ്. അടുത്തത് ഇതിൻ്റെ പ്രൊസീജിയർ, നടപടിക്രമമാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരേ വലുപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിക്കുക, അവയിൽ ഒരു മെഴുകുതിരി ഗ്ലാസ് കൊണ്ട് മൂടുക, മറ്റേ മെഴുകുതിരി മൂടാതെ വെക്കുക. 2 മെഴുകുതിരികളെയും ശ്രദ്ധിച്ച് നിരീക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മുടെ നിരീക്ഷണമാണ്. അതായത് നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ എന്താണ് ആ സമയത്ത് കണ്ടത്? എന്താണ്? ഗ്ലാസ് കൊണ്ട് മൂടാതെ മെഴുകുതിരി തുടർച്ചയായി കത്തുന്നു, ഗ്ലാസ് കൊണ്ട് മൂടിയ മെഴുകുതിരി കുറച്ച് സമയം കഴിഞ്ഞ് അണഞ്ഞു പോകുന്നു. അതാണ് നമ്മൾ കണ്ടത്. അതാണ് നമ്മുടെ നിരീക്ഷണം. ഇനി അടുത്തത് നമ്മൾ അവസാനം എഴുതേണ്ടത് നമ്മുടെ നിഗമനമാണ്. എന്താണ് നിഗമനം? മെഴുകുതിരി കത്താൻ വായു ആവശ്യമുണ്ട്. മനസ്സിലായല്ലോ? പ്രവർത്തനം 4 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രവർത്തനം 5 നോക്കാം. ലോക വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ചോദ്യം ഇതാണ്: കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി സെമിനാറിലേക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കുക. കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റുമൊക്കെ. സ്മാർട്ട് കെയിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത ചോദ്യം: കാഴ്ച പരിമിതിയുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരെന്ത്? പേരാണ് നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റ്. ഇനി അടുത്ത ചോദ്യം: നേത്രദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വിദ്യാലയത്തിൽ നടത്തുന്ന പോസ്റ്റർ രചനാ മത്സരത്തിലേക്കായി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾ വലിയൊരു കോളം വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ പോയിന്റ്സുകൾ കുറച്ച് എഴുതിയാൽ മതി. പോയിന്റുകളാക്കിയിട്ട് എഴുതി കൊടുക്കാം. ഇവിടെ കൊടുക്കാം: നേത്രദാനം, മഹാദാനം. നിങ്ങളുടെ കണ്ണുകൾ മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചമാകും. ഇത് തന്നെ നേത്രദാനം ചെയ്യൂ. അങ്ങനെ കുറച്ച് പോയിന്റ്സുകൾ മാത്രം മതി. മറ്റൊന്ന്: കണ്ണ് ദാനം ചെയ്യൂ, ലോകം കാണാൻ സഹായിക്കുന്നു. ഒരാളുടെ ഇരുട്ട് മാറ്റാം നിങ്ങളുടെ ഒരു തീരുമാനം കൊണ്ട്. നേത്രദാനം ചെയ്യൂ, ജീവന് വെളിച്ചം നൽകൂ. ഓക്കെ, ഇതുപോലെ പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഒരുപാട് എഴുതി വെക്കരുത്, കുറിപ്പായിട്ട് എഴുതി വെക്കരുത്, പോയിന്റ്സ് ആക്കിയിട്ടാണ് എഴുതി വെക്കേണ്ടത്. അടുത്തത് പ്രവർത്തനം 6: ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഇവയെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. ചോദ്യം ഇതാണ്: ചിത്രശലഭങ്ങളെ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ഏത്? കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്: ചിറക്, സ്പർശനികൾ, കാല്, ത്വക്ക്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി, കാലുകളാണ്. ചിത്രശലഭങ്ങളെ രുചി അറിയാൻ സഹായിക്കുന്നത് അവയുടെ കാലുകളാണ്. ചോദ്യം ബി: ഈ സുന്ദരമായ ഭൂമിയിലെ ദൃശ്യങ്ങൾ കാണാൻ നമ്മെ സഹായിക്കുന്ന അവയവമാണ് കണ്ണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തെല്ലാമാണ്? കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 129 പേജിലാണ്. നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കണ്ണുകൾ തിരുമാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, ദീർഘസമയം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക.
മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക. അടുത്തത് ചോദ്യം സി. കേൾക്കാൻ നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയമായ ചെവിക്ക് പല കാരണങ്ങൾ കൊണ്ട് കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്ത്? 131 എടുത്തേ. പല കാരണങ്ങളാലും കേൾവിക്കുറവുകൾ ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനമുള്ള വിവിധ തരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ്. സോ നമ്മുടെ ഉത്തരം എന്താണ്? ശ്രവണ സഹായികൾ, ഹിയറിംഗ് എയ്ഡ്സ് എന്നാണ്. അടുത്തത് ചോദ്യം ഡി ആണ്. ചവച്ചരയ്ക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്വാദ് കൂടുതൽ ആസ്വാദ്യകരമാകുന്നു എന്ന് നമുക്കറിയാം. നാവിന്റെ ഉപരിതലത്തിൽ സ്വാദ് അറിയാൻ സഹായിക്കുന്ന സവിശേഷ ഭാഗമേത്? ഉത്തരം സ്വാദുമുകുളങ്ങളാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 133 പേജ് എടുത്തേ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിലലിഞ്ഞ് നാവിലുള്ള സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. ഓക്കെ, നമ്മുടെ ഉത്തരം എന്താണ്? സ്വാദുമുകുളങ്ങൾ. കുട്ടികളെ, നമ്മുടെ ചോദ്യ പേപ്പറിലെ അവസാനത്തെ പ്രവർത്തനമാണിത്. പ്രവർത്തനം എ. ജന്തുലോകത്ത് കാണപ്പെടുന്ന വൈവിധ്യമുള്ള ജീവികളാണ് പ്രാണികൾ. വിവിധ തരം പ്രാണികളുടെ ലാർവകളാണ് ചില ഇനം പുഴുക്കൾ. ചോദ്യം ഇതാണ്. ക്ലാസ്സിൽ മനു പ്രാണികളും അവയുടെ ലാർവകളും ഉൾപ്പെട്ടിട്ടുള്ള പട്ടിക തയ്യാറാക്കുകയാണ്. ഇത് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കുവാൻ മനുവിനെ സഹായിക്കാമോ? ശലഭത്തിൻ്റെ ലാർവ കാറ്റർ പില്ലറാണ്. കൊതുകിൻ്റെത് വിഗ്ലറാണ്. ചെല്ലി അതായത് വണ്ടിൻ്റെത് ലാർവ ഗ്രിപ്സ് ആണ്. തുമ്പിയുടേത് ഇവിടെ തന്നിട്ടില്ല, നിംഫാണ്. ഓക്കെ, അടുത്ത ചോദ്യം ബി. പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങളുടെ ചിത്രീകരണം ശ്രദ്ധിക്കൂ. ചോദ്യം: പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്ത്? പേജ് 140 എടുക്കുക. പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പ്രാണികൾക്ക് നിംഫ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം: പാറ്റയുടെ രൂപാന്തര ഘട്ടങ്ങൾ വിശദീകരിക്കുക. നമുക്ക് എഴുതാം. പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പ്രാണികളാണ് നിംഫ്. നിംഫ് വിവിധ വളർച്ച ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ച എത്തിയ ജീവിയായി മാറുന്നു. ഇതിനിടെ പലതവണ അതിൻ്റെ പുറത്തോട് പൊഴിച്ചു കളയുന്നു. ഇനി അവസാനത്തെ ചോദ്യമാണ് ഓപ്ഷൻ സി. പുഴുക്കൾ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാം? പേജ് 141 എടുത്തേ. ഇവിടെ നിങ്ങൾക്കൊരു പുഴുവിൻ്റെ ചിത്രവും അതിൻ്റെ ഗുണങ്ങളും ചെറിയ വട്ടത്തിലാക്കിയിട്ട് നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് എഴുതണം. ഇവിടെ എങ്ങനെ എഴുതാം? പുഴുക്കളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. പുഴുക്കളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. ഞങ്ങളെ എന്നുള്ളിടത്ത് പുഴുക്കളെ എന്നാക്കി കൊടുത്താൽ മതി. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എഴുതാം. പുഴുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. അടുത്തത് ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളും തിന്ന് പുഴുക്കൾ പരിസരം വൃത്തിയാക്കുന്നു. ഈ 3 പോയിന്റ്സും നിങ്ങൾക്ക് ഗുണങ്ങളായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ മറ്റു വിഷയങ്ങളുടെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.